എരിയമ്മോ, എരിയമ്മോ. ഓ, ജോയാണോടാ? ആ, ജോയിയാ. ആ, നിനക്കുള്ള കാപ്പിയും കൂടെ എടുത്തോണ്ട് വരാം. നിന്നെ ഇന്നലെ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോടാ. എൻ്റെ ജോയിയെ, നീ ഇങ്ങനെ ഒന്നരാടം വെട്ടിയ ആ റബ്ബർ എങ്ങനെയാടാ നന്നാകുന്നേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മച്ചി. അമ്മച്ചി, ക്രിസ്മസ് ഒക്കെയാ വരുന്നത്, എനിക്ക് കുറച്ച് പൈസ വേണം. മേരിയമ്മേ, ഇത്തവണയെങ്കിലും ജോസ്മോ നാട്ടിൽ വരുമോ? എടാ, അവൻ അവിടെ പുതിയൊരു കമ്പനിയിൽ മാനേജറായിട്ട് ജോലി കിട്ടി. ലീവ് കിട്ടത്തില്ല. പിന്നെ അവൾക്ക് ലീവ് കിട്ടത്തില്ലെന്നാ പറഞ്ഞ്. അവളിപ്പോൾ അവിടെ നേഴ്സല്ലയോ. പിന്നെ മക്കളെയും കുട്ടിയൊക്കെ നാട്ടിൽ വരണമെങ്കിൽ വലിയൊരു തുകയാകും. ഓ, അവരിപ്പോൾ അവിടെ മനസമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. എനിക്കത് മതി. ഓരോ മാതാപിതാക്കളും മക്കളെ പഠിപ്പിച്ച് വലുതാക്കുന്നു. അവർ പഠിച്ച് വലുതായാൽ പിന്നെ വിദേശത്ത് പോയി അങ്ങ് ജോലി ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെപ്പോലുള്ള പ്രായമായ മാതാപിതാക്കൾക്ക് മക്കളോടൊപ്പം ഓണവും ഇല്ല, വിഷുവും ഇല്ല, ക്രിസ്മസും ഇല്ല. ആ, അതൊക്കെ അങ്ങനെ കിടക്കും. വിഷമിക്കാതെ മേരിയമ്മേ. ജോസ്മോ വിളിച്ചായിരുന്നോ? ആ, വിളിക്കാറുണ്ട്. ഇന്നലെയും വൈകുന്നേരം വിളിച്ചായിരുന്നു. വിളിക്കുമ്പോൾ മരുമോള് സംസാരിക്കാറുണ്ടോ? ജോസുമോൻ വിളിക്കുമ്പോൾ അവൾ എന്തേന്ന് തിരക്കുമ്പോൾ തലവേദനയായിട്ട് കിടക്കുവാന്ന് പറയും. നിനക്കറിയാലോ അവളുടെ കാര്യം. ജോലി തിരക്കല്ലയോ. എന്ത് ജോലി തിരക്ക്? അവരെല്ലാ പ്രാവശ്യം പുള്ളിക്കാരുടെ വീട്ടിൽ വരുന്നുണ്ടല്ലോ. മേരിയമ്മേ, ഞാൻ വൈകിട്ട് ഇറങ്ങാം. എനിക്ക് കുറച്ച് പൈസ വെച്ചേക്കണേ. അതിന് മോളെന്തേ? അവള് പാക്കിങ്ങിലാ. അവളോട് വേഗം റെഡി ചെയ്യാൻ പറ. ഇതെന്താ ഇത്ര ലേറ്റ് ആയേ? അത് ഒരു ക്ലയന്റിനെ കാണാനുണ്ടായിരുന്നേ. അപ്പൊ അതിപ്പോഴാണ് ഓക്കെ ആയത്. വേണ്ട മമ്മി, അത് ഞാൻ എടുത്തു വെച്ചോളാം. എടി മോളെ, ഇത്തോടെയെങ്കിലും നീ നാട്ടിൽ പോയിട്ട് അമ്മച്ചി ഒന്ന് പോയി കാണണേ. പണ്ടേ എനിക്ക് ആ തള്ളേന് ഇഷ്ടമല്ല. എന്റെ അനിയത്തിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. അവളുടെ കല്യാണത്തിന് ഒരു 3 ലക്ഷം രൂപ ചോദിച്ചിട്ട് നിങ്ങളുടെ അമ്മ എന്താ പറഞ്ഞേ? ഇല്ലാന്ന്. അവസാനം എന്റെ മമ്മി ഞങ്ങളുടെ വീടിന്റെ ആധാരം പണയം വെച്ചിട്ടാ അവളുടെ കല്യാണം നടത്തിയത്. പൂത്ത കാശാ തലയുടെ കയ്യിൽ. വഴക്കുണ്ടാക്കാൻ ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. മോളെ ഫ്ലൈറ്റിന് ടൈമായി. ഓക്കെ.
അടങ്ങി. ഹലോ സണ്ണിച്ച, നീ എവിടെയാ? ആ, അവളവിടുന്ന് ഫ്ലൈറ്റ് കയറി. നീ ഒന്ന് കൂട്ടാൻ ചെന്നേക്കണേ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ആ, ഞങ്ങൾ ഫ്ലാറ്റിലെത്തി. ആ ശരി. ആ ഓക്കെ ഓക്കെ. ഹലോ. ആ പറയടി ലിസ മോളെ. പള്ളി പോകാൻ വരുന്നുണ്ടോ? ഓ ഞാൻ വരുന്നുണ്ടടി കൊച്ചേ. എന്നാ ഞാൻ വണ്ടിയായിട്ട് ഞാൻ റെജിമോനെ വിടാവേ. ആ ശരി എന്നാ. ഇപ്പൊ തന്നെ ഞാൻ ഒരുങ്ങി ഇറങ്ങാം. അങ്കിൾ ആ സ്റ്റാർ മാറ്റി ഇപ്പുറത്തോട്ടാണെങ്കിൽ ഇച്ചിരി കൊണ്ട് ഭംഗിയായിരിക്കും. ആ ഓക്കെ മോനെ. അങ്കിൾ ഇത് അവിടെ എവിടെയാണേ? ആ ഓക്കെ. എടാ സണ്ണിയേ, ദേ നമ്മുടെ ഷെറിമോൾ എത്തിയടാ. അമ്മാവേ എടാ സണ്ണിയേ, ഒന്നുകൂടി വേഗം വാടാ. എന്നാ പണിയാ മോളെ കാണിച്ചേ? അവൾ എന്നെ വിളിച്ചു പറഞ്ഞോളായിരുന്നു. ഞാൻ നിന്നെ കൂട്ടാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. അങ്കിളെ ഞാനിപ്പോ പണ്ടത്തെ ആ കുഞ്ഞു ഷെറിനല്ല, എനിക്ക് തന്നെ വരാൻ പറ്റുന്ന ഇപ്പൊ മനസ്സിലായില്ലേ? ആ പടം ക്ഷീണമായല്ലോ. വാ മോള് വാ. ആൻസിയെ, കൊച്ചു വന്നു കേട്ടോ. സുഖമായിട്ടിരിക്കുന്ന മോളെ. അമ്മക്ക് സുഖം അമ്മാമേ. അപ്പടെ പുതിയ ജോലിയൊക്കെ എങ്ങനെയുണ്ട് മോളെ? അതൊക്കെ അടിപൊളിയായിട്ട് വന്ന അമ്മാമേ. ആന്റി മോളെ നീ തന്നെയാണോ വന്നേ? തന്നെയാ വന്നേ. അവരൊക്കെ ഇവിടെ ആന്റി. എടാ പിള്ളേരെ ഓടി വന്നേ, ചേച്ചി വന്നു വാ. ഇന്നലെ ഹൈറ്റ് വെച്ചില്ലടാ. കരിമലൊക്കെ ഡേറ്റ് വരും മോളെ. ആ കലോളക്ക് രാത്രി വരും ചേച്ചി. അമ്മക്ക് തൊപ്പിയൊക്കെ വെച്ച് അടിച്ചു പോയി ശ്രമിക്കാം. കൊള്ളാം. മോള് പിന്നെ കഴിച്ചോ? ഒന്നും കഴിച്ചില്ല അമ്മാമേ. വാ വാ, നമുക്ക് എല്ലാവരും കഴിക്കാം. വാ. ആ എടാ. ആ എടി അവളോട് വന്ന്. ആ വന്നോ? ആൻസി എന്തേ? ആ ആൻസി ഇവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ആൻസി എന്നാ ഷൈനിയ. ഹലോ. ദേ ആൻസി, ജോസ് ചായന്റെ വീട്ടിലേക്കൊന്നും അവളെ വിട്ടേക്കല്ലേ. എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയാവുന്നല്ലേ? ഇല്ല ചേച്ചി, എനിക്കറിയാമല്ലോ, ഞാൻ അങ്ങോട്ടൊന്നും വിടത്തില്ല. ആ ഞാൻ നോക്കിക്കോളാം. ഓക്കെ ചേച്ചി. ഞാൻ റെഡി ആകുന്നേ ഉള്ളൂ. ഞാൻ വരുന്നടാ റജിമോനെ. എന്റെ പറ്റി മോള്, എന്റെ ഷെറി മോള്. എന്റെ ഷെറി മോളെ ഞാൻ ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ മൂക്ക് ഞാൻ എഴുതി തരണ്ടേ? എനിക്ക് അമ്മമ്മ ചിപ്പ് വരാ. വല്യമ്മച്ചിയുടെ പൊന്നുമോള് വാ, വല്യമ്മച്ചി കേക്ക് മുറിച്ചു തരാം. കത്തി. അമ്മാമേ, എന്നോട് ഒരാളോട് വന്നിട്ടുണ്ട്. ആരാ മോളെ? ആലീസ്. എടി ആലീസ്, എടി ആലീസ്.
നിനക്ക് എന്നെ ഒന്ന് കാണാൻ തോന്നിയല്ലോ. എത്ര നാളായി നിന്നെ കണ്ടിട്ട്. ഇനി എന്റെ കർത്താവ് തിരിച്ചു വിളിച്ചാലും എനിക്ക് പരാതിയില്ല. എന്റെ കൊച്ചുമോളെ എനിക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റിയല്ലോടി. അയ്യോ, എത്ര നാളായി. ഞാൻ എന്നും പ്രാർത്ഥനയായിരുന്നടി നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ടേ എന്റെ കണ്ണടയ്ക്കാവുള്ളേന്ന്. പാടി കേക്ക് മുറിക്കാം. മേരിയമ്മ കേക്ക് നേരത്തെ മേടിച്ചു വെച്ചോ? ഏയ്, ഇവിടെ ഒരു കൈസഹായത്തിന് അപ്പുറത്തെ വീട്ടിലെ ലിസിയാ വരുന്നത്. ഇത് അവള് വാങ്ങിക്കൊണ്ടുവന്ന കേക്കാ. എല്ലാ വർഷവും ക്രിസ്മസിന് അവളുടെ വക ഒരു കേക്ക് എനിക്ക് വാങ്ങിക്കൊണ്ട് തരും. ഇവിടെ ഇതൊക്കെ ആര് കഴിക്കാനാ? ഞാനത് അങ്ങനെ എടുത്ത് നമ്മുടെ റബ്ബർ വെട്ടാൻ വരുന്ന ജോയ്ക്ക് കൊടുക്കും. ആ, ഇത്തവണത്തെ കേക്ക് ഏതായാലും നിങ്ങൾ കഴിക്കും. ജോയ്ക്ക് ഞാൻ വേറൊരെണ്ണം വാങ്ങിച്ചു കൊടുത്തോളാം. മോള് മുറിക്ക്. തുറക്കടി ആലീസെ. അങ്ങനെ. എന്നാ വല്യമ്മച്ചി. അയ്യോ, വല്യമ്മച്ചിക്ക് ഇതൊന്നും വേണ്ട. ഇതൊക്കെ കഴിച്ച് ഷുഗർ കൂട്ടിയാലേ ഡോക്ടർ വഴക്ക് പറയും. ഇന്നലെ ദിവസം കഴിച്ചെന്ന് വെച്ച് വല്യമ്മച്ചിയുടെ ഷുഗർ ഒന്നും കൂടാൻ പോണില്ല. എന്റെ കൊച്ചുമോള് പറഞ്ഞല്ലേ, ആ ഇനി അഥവാ ഷുഗർ കൂടി ഞാൻ ചത്തുപോയാലേ ഞാനതങ്ങ് സഹിച്ചു. ദേ, ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെപ്പോലുള്ള അമ്മമാരുടെ ആഘോഷങ്ങള്. അവിടുത്തെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാന്ന് ഈ വല്യമ്മച്ചിക്ക് അറിയാൻ മേല കേട്ടോ. ഗൾഫ് നാടാണോ നമ്മുടെ നാടിനേക്കാൾ മോക്ക് കൂടുതൽ ഇഷ്ടം? ആ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് അവിടെ ജീവിക്കുന്നതാ ഇഷ്ടം. ഇല്ലോടി ആലീസേ? പണം ഉണ്ടാക്കാൻ വേണ്ടി നാടും വീടും വിട്ട് പറക്കല്ലേ വിദേശത്തേക്ക്. പിന്നെ അവിടെ അങ്ങ് സെറ്റിലാവും. തിരിച്ച് നാട്ടിലേക്ക് വരുന്ന കാര്യം അവർക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. മോളെ, വലിയ വീടും കുറെ അധികം പൈസയും അതൊന്നുമല്ല ജീവിതം. മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ഒപ്പം മരണം വരെ കഴിയുന്നതാ ഞങ്ങൾ അച്ഛനമ്മമാർക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ മമ്മീനൊന്ന് വിളിക്കട്ടെ. വാടി ആലീസേ, നമുക്ക് നക്ഷത്രം തൂക്കാടി. വാ നടക്ക്. ഹലോ മമ്മി. എണീറ്റോ മമ്മി? ആ മോളെ, നിന്റെ യാത്രയൊക്കെ സുഖമായിരുന്നോ? മോളെ, നീ ഇത് എവിടെയാ? ഇത് നമ്മുടെ വീടല്ലല്ലോ. മമ്മി, ഞാൻ മമ്മി ഒരാളെ കാണിക്കാം. എടി, നീ നമ്മുടെ വീട്ടിലല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ അങ്ങോട്ട് പോകണ്ടെന്ന്. എനിക്ക് അല്ലെങ്കിൽ ആ തള്ളനെ കാണുന്നതന്നെ കലിപ്പ. നീ ഇങ്ങോട്ട് വാ, ബാക്കി ഞാൻ അപ്പം തരാം. മമ്മി ദേഷ്യപ്പെടാതെ. ഞാൻ മാത്രല്ല മമ്മി, പിന്നെ ഞാൻ ഒരാളെ കാണിക്കാം. അമ്മമ്മേ, ഇങ്ങ് വന്നേ. മമ്മി, നീ മമ്മിയുടെ കയ്യിൽ ഫോൺ കൊടുത്തേ. മമ്മിക്ക് എല്ലാം അറിയാം, എന്നിട്ട് മമ്മി അവിടെ പോയല്ലേ? എടി മോളെ, ഞാൻ പറയുന്ന നീ ആദ്യം ഒന്ന് കേൾക്ക്. നീ ഇപ്പോഴാ 3 ലക്ഷത്തിന്റെ കഥ പറഞ്ഞല്ലേ മേരിയമ്മ പണങ്ങിയിരിക്കുന്നത്? എന്തുകൊണ്ടാ നിന്റെ അഞ്ചത്തി ഇപ്പോഴും നിന്നോട് മിണ്ടാതിരിക്കുന്നത്? നീ അവിടെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുത്തോ? അവിടെ കല്യാണത്തിന് ഈ 3 ലക്ഷം രൂപ ഒന്ന് സഹായിച്ചതേ ഈ മേരിയമ്മയാ. നമ്മുടെ വീടിന്റെ ആധാരം ഇപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. പിന്നെ അവളെ ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മേരിയമ്മ തന്നെയാ. ഈ വിവരം നിങ്ങളോട് ആരോടും പറയരുതെന്ന് മേരിയമ്മ പ്രത്യേകം എന്നോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആരോടും ഇതൊന്നും പറയാതിരുന്നത്. സഹായിച്ചോണ്ടിരിക്കുന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മമ്മി. മേരിയമ്മയുടെ കൈ കൊടുക്കാം. മോളെ, ഞങ്ങൾ അമ്മമാര് കുറേ ജീവിതം കണ്ടതാ. നിങ്ങൾ ജീവിതം തുടങ്ങുന്നതേ ഉള്ളൂ. ഈ കാണുന്നതൊന്നുമല്ല യഥാർത്ഥ ജീവിതം. എനിക്ക് മോളോട് ഒരു പിണക്കവും ഇല്ല. എന്തായാലും എൻ്റെ കൊച്ചുമോള് വന്നല്ലോ, എനിക്കത് മതി. ഈ മേരിയമ്മ ആരും ദ്രോഹിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും നന്മയെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ആരാണെന്ന് ഈ നിൽക്കുന്ന ആലീസിനറിയാം. പിന്നെ
മോളെ എല്ലാ വർഷവും മോടെ വീട്ടിൽ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. മേരിയമ്മേ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ആരും എന്നോടൊന്നും പറഞ്ഞിട്ടും ഉണ്ടായില്ല. ഞാൻ ഒത്തിരി മേരിയമ്മയെ തെറ്റിദ്ധരിച്ചു, ഒരുപാട് വേദനിപ്പിച്ചു. എന്നോട് ക്ഷമിക്കും മേരിയമ്മ. അടുത്ത വെക്കേഷന് എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് മേരിയമ്മയുടെ കൂടെ ഉണ്ടാവും. മക്കളെ, എൻ്റെ മക്കളോടും കൊച്ചുമക്കളോടും ഒപ്പം എല്ലാ വിശേഷ ദിവസവും ആഘോഷിക്കണമെന്ന് ഈ മേരിയമ്മ ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട്. എല്ലാ മക്കൾക്കും നന്മകൾ വരണമെന്ന എല്ലാ അച്ഛനമ്മമാരുടെയും പ്രാർത്ഥന. ഞാനേ ഫോണും മോളുടെ കൊടുക്കാം. പപ്പ, അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം ഓക്കെ ആയി. ഓക്കെ മോളെ, ഡബിൾ ഓക്കെ, ഡൺ. പപ്പ, മമ്മി, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് മക്കളെ. ഞാനിവിടെ 2 അമ്മമാരുടെ കൂടെ ക്രിസ്മസ് അടിച്ചു പൊളിക്കുക.